ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് സൈക്കോളജി തലത്തിൽ മോട്ടിവേഷൻ്റെ തലത്തിലുള്ള മനോജ് സാറിൻ്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് സാർ ഉണ്ടായിരുന്നില്ല എങ്കിലും ഇന്ന് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. 10 സ്റ്റെപ്പ് ടു വിൻ അറ്റ് ലൈഫ്. ജീവിതമാണല്ലോ അല്ലേ എല്ലാത്തിൻ്റെയും ഒരു ആധാരം. അപ്പം അതിൻ്റെ ഓരോ തലങ്ങളിലും വിജയിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ചില രീതികളൊക്കെ ചില സ്ട്രാറ്റജികളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജികളിലൂടെ നമുക്ക് ഒരു യാത്ര പോകാം മനോജ് സാറിൻ്റെ കൂടെ. നമ്മളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മനോജ് സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, once again for having a opportunity here. സാർ പറഞ്ഞ മാതിരി കുറച്ച് ദിവസങ്ങളായി ഞാൻ ഔദ്യോഗികമായ ഒരു യാത്രയിലായിരുന്നു. അത് കാരണം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ അടുത്ത കാലത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ ജോലി സംബന്ധമായിട്ട് കുറേ ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. അത് ഞങ്ങളുടെ കമ്പനി എൻഗേജ് ചെയ്ത് കുറച്ച് എക്സ്റ്റേണൽ ഏജൻസി ഞങ്ങളുടെ എംപ്ലോയീസിന് വേണ്ടി ചെയ്തിരുന്നു. ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്ന കുറേ ഏജൻസികളുണ്ട് ഞങ്ങളുടെ, അപ്പം അവരെയും ട്രെയിൻ ചെയ്യിക്കുക. അപ്പം അങ്ങനെ അടുത്ത കാലത്ത് ഞാൻ ട്രെയിനിങ്ങുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള റിമൈൻഡേഴ്സ് എപ്പോഴും ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ഇതുപോലുള്ള സെഷനിലൊക്കെ വരുമ്പോൾ അത് കൂടുതൽ എഫക്റ്റീവാണ്. ഞാൻ എംപ്ലോയീസിൻ്റെ കാര്യം പറഞ്ഞു, എംപ്ലോയീസ് അല്ല, സ്റ്റാർട്ടിങ് ഫ്രം ദി മാനേജ്മെന്റ് ടീം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇടയ്ക്ക് നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അത്ര ഒരു ഒരു പ്രൊസീജിയർ അനുസരിച്ചൊന്നും നമുക്ക് ലൈഫിൽ നീങ്ങാൻ പറ്റില്ല. ഇപ്പോൾ സാബു സാറ് പറഞ്ഞ കറക്റ്റാണ്, ജീവിതമല്ലേ എല്ലാം എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെഷീനെ കൊണ്ടൊക്കെ ചെയ്യിക്കാറുണ്ട് പല ഇൻഡസ്ട്രികളും, അല്ലേ സാബു സാറേ? അതിന് പ്രൊസീജിയർ എഴുതാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പല മിസ്റ്റേക്കുകൾ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഈ ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ SOP എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം പറയുന്നത്. അപ്പോൾ SOP ഒക്കെ ഇങ്ങനെ കുറച്ച് പ്രോസസ്സിനൊക്കെ വേണ്ടി ഞങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടുതൽ തന്നെ ഈ ട്രെയിനിങ് ഒരു വലിയ നീഡാണ്. ട്രെയിനിങ് നീഡ്സ് ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രികളിലോ. അതുകൊണ്ടാണ് ഈ HR ടീമൊക്കെ വന്നിട്ട് എപ്പോഴും പല ഓർഗനൈസേഷൻ ഇപ്പോൾ ട്രെയിനിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ എല്ലായിടത്തും ഇപ്പോൾ ആയി തുടങ്ങിയിട്ട് ഇതുപോലുള്ള നമ്മുടെയുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ അവയർനെസ് കോഴ്സസ്, ട്രെയിനിങ് കോഴ്സ് അതിൻ്റെ ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പല തരത്തിലും. ഇപ്പം നമ്മുടെയൊക്കെ ടോമി സാറൊക്കെ ഇരിക്കുന്നത്, സാറൊക്കെ ആണെങ്കിൽ എത്രയോ സമയമൊക്കെ അതിനൊക്കെ വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. ഒരു പബ്ലിക് സർവീസ് ആണെങ്കിൽ വേണമെങ്കിൽ പറയാം, നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി കുറച്ച് അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ ട്രെയിനിങ്ങും നമ്മുടെ എവിടെയെങ്കിലും ഓർഗനൈസേഷനിൽ വർക്ക് ആണെങ്കിൽ ആക്ച്വലി നമ്മുടെ എംപ്ലോയീസിനെ നമ്മളും ട്രെയിൻ ആവണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നമ്മൾ ട്രെയിൻ ആയെങ്കിൽ മാത്രമേ നമ്മുടെ താഴെയുള്ളവർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അല്ല എപ്പോഴും നമ്മൾ തന്നെ ചെയ്തോണ്ടിരിക്കും. ഇപ്പം ഞാൻ തന്നെ അടുത്ത കാലത്ത് ഈ ട്രെയിനിങ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ കുറേ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവരെയൊക്കെ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ ജോലി വൃത്തിയായിട്ട് നടക്കും. അല്ല നമ്മൾ തന്നെ എല്ലാ കാര്യത്തിലും കയറി ചെയ്യണമെന്നുള്ളൊരു സ്ട്രാറ്റജി അവിടെ വരുമ്പോഴേ പലപ്പോഴും പല കാര്യങ്ങൾ, എത്ര കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ, അത് സമയക്കുറവ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ചിലർക്കുള്ള ഒരു പ്രത്യേകത ഏതാണ്, എല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആവൂ എന്നുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് പലർക്കും. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഓവർ സ്ട്രെസ്ഡ് ആവുന്നത് പലപ്പോഴും. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ കയറി നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റ്, പല കാര്യങ്ങൾക്ക് നമ്മളുടെ ഇൻവോൾവ്മെന്റ് ശരിക്കും പറഞ്ഞാൽ വേണ്ട. അത് ഏൽപ്പിച്ച് പ്രോപ്പറായിട്ട് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ട്രെയിനിങ് കൊടുത്ത് എംപ്ലോയീസിനെ ഈ പറഞ്ഞ പോലെ എപ്പോഴും സാലറി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല. അവരെ ഈ കെയർ ചെയ്യുന്ന കാര്യം വരുമ്പം എപ്പോഴും എംപ്ലോയീസ് നമ്മളോടൊരു അറ്റാച്ച്മെന്റ് ഒക്കെ, നമുക്കൊരു അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നും. അപ്പോൾ ഇപ്പൊ കുറേ വ്യത്യാസമുണ്ട്. ഞാൻ ഇതിപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പല കമ്പനികളിൽ ഇപ്പോൾ ഹൗ ടു റീറ്റെയിൻ എംപ്ലോയീസ്, അപ്പോൾ അവരെ ഇങ്ങനെ എംപവർ ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, അവയർനെസ് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുപ്പിക്കുക, അവരെ എംപവർ ചെയ്തിട്ട് തന്നെ ക്ലാസ്സുകൾ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന 2 പേരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാറുണ്ട്. അപ്പോൾ സോ മൈ ജോബ് ഈസ് ഗെറ്റിംഗ് ഈസി ആൻഡ് ഈസി. അപ്പോൾ ചുരുക്കം പറഞ്ഞ് വന്നത്, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളതൊരു കണക്കിന് നല്ലതാണ്. ഇപ്പം നമ്മളൊക്കെ സാബു സാറൊക്കെ തന്നെ കോവിഡ് എന്ന് പറഞ്ഞ ഒരു സമയത്താണ് ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയത്. നോക്കി എത്രയോ ദിവസങ്ങളായി, എത്രയോ കാര്യങ്ങൾ, എത്രയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന്, ഇല്ലേ സാറേ? സാർ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? ഇപ്പം എത്രാമത്തെ ഏതാ സബ്ജക്റ്റ് വൈസ് നോക്കിയാലും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ചുകൂടി ഈസിയായി ലൈഫ്.
അതുപോലെ ഇപ്പോൾ AI കാലഘട്ടമൊക്കെ വരികയാണ്. AI കുറിച്ച് തന്നെ വലിയ കോലാഹലങ്ങൾ കേൾക്കുന്നുണ്ട്. പഠിക്കണമെന്നുണ്ട്, പഠിക്കണ്ടെന്നുണ്ട്. പക്ഷെ പഠിച്ചില്ലേ നമ്മളൊക്കെ പുറന്തള്ളപ്പെടും, അതിൽ യാതൊരു തർക്കവുമില്ല. എല്ലാത്തിലും ആയിരിക്കും. ഇപ്പം ഞങ്ങളുടെ ഈ വാട്ടർ ഇൻഡസ്ട്രിയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഴിഞ്ഞ ഒരു സാറ് സാബു സാറാണെന്ന് തോന്നുന്നു, ഓൾറെഡി വന്ന സാറ് പല ഫീൽഡിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ് ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന സബ്ജക്റ്റ് അതാണ്. നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിലേക്കൊക്കെ തന്നെ നോക്കി കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ട്രെയിൻ ചെയ്യാനായിട്ടും അതേക്കുറിച്ച് ഒരു ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് ഉള്ളത്. അപ്പോൾ റിമൈൻഡേഴ്സ് ആണ് ഇതല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് ഉള്ളൊരു അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൈകാര്യം ചെയ്ത ഒരു വിഷയത്തിന് വേണ്ടി ചെയ്തതാണ്. ഇങ്ങനെ സ്റ്റെപ്പാകുമ്പോൾ എളുപ്പമാണല്ലോ ഓർത്തിരിക്കാൻ. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടി ഒന്ന് റീറൈറ്റ് ചെയ്ത് അത് എങ്ങനെ ഇവിടെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ 10 സ്റ്റെപ്സ് ടു വിൻ അറ്റ് ലൈഫ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഈ ഇതിൽ കൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. സാറേ സൗണ്ട് ഇല്ലല്ലോ. ഒരു മിനിറ്റ് സാറേ. നെറ്റ് സ്ലോ ചെയ്യുന്നുണ്ടാണോ എന്ന് അറിയിച്ചിട്ട് സാറേ, ഞാനൊരു സെക്കൻഡ് ഒന്നുകൂടെ നോക്കിയിട്ട്. സാറേ സൗണ്ട് ഷെയറിൽ ക്ലിക്ക് ചെയ്തിരുന്നോ? ക്ലിക്ക് ചെയ്തിട്ടുണ്ട് സാറേ, ഒന്നുകൂടെ നോക്കട്ടെ. യെസ്, എന്തുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. യെസ്, ഞാനൊന്നുകൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ. സാറേ സൗണ്ട് ക്ലിയർ അല്ലെന്ന് തോന്നും, കാണാനും പറ്റില്ല, നെറ്റിന്റെ ഡിലേ ഉണ്ടാ. സാറിന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാൻ, അന്നേരം ചിലപ്പോൾ ശരിയാവുമായിരിക്കും. യെസ് സാർ, സൗണ്ട് കൂടുതലായിരുന്നു സാറേ. ഇല്ല, സൗണ്ട് കിട്ടുന്നില്ല സാർ, സൗണ്ടും ഇല്ല, സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ട്, പിക്ചർ വരുന്നുമില്ല. പിക്ചറും സാറിന്റെ വീഡിയോ വരുന്നില്ല. ഒന്ന് ഓഫ് ചെയ്താൽ സാറ് മതി. നമുക്ക് പിന്നെ ചെയ്യാം സാർ, ഇത് കറക്റ്റ് പീക്ക് ടൈം ആയതുകൊണ്ടാണ്. അല്ല, ഇപ്പോഴും സൗണ്ട് കേട്ടില്ലായിരുന്നു സാറേ. ഇല്ല, സൗണ്ട് വന്നില്ല, പിക്ചറും വന്നില്ല. സൗണ്ട് ചെറിയ തോതിൽ വന്നു, പക്ഷെ ബ്രേക്ക് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സൗണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഇത് എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? വോയിസ് ക്ലിയർ, പക്ഷെ സാറിന്റെ സ്ക്രീനെ ഒന്നും കൂടെ ഷെയർ ചെയ്തു. ആ സ്ക്രീൻ ഷെയറിങ്ങിന് ഒരു പ്രശ്നമുണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ടോ? സ്ക്രീൻ നിൽക്കുക. ഒന്നും കൂടെ റീഷെയർ ചെയ്തു. നെറ്റ്വർക്കിന്റെ പ്രോബ്ലം. ഇവിടെ ഈ മഴ പെയ്തുകൊണ്ടാന്ന് അറിയില്ല, എനിക്ക് ഇവിടെ 5G ഒക്കെ ഉണ്ട്. ഞാനൊന്നുകൂടെ ചെയ്തു നോക്കാം. 1 സെക്കൻഡ്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതല്ലേ, വീണ്ടും വീണ്ടും നമ്മൾ ട്രൈ ചെയ്തേണ്ടി വരും. തീർച്ചയായിട്ടും അതെ, ഇങ്ങനെയുള്ള ഇടയ്ക്കുള്ള ഈ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതും ജീവിതത്തിൽ സംഭവിക്കുക. ഇതിൽ പ്രത്യേകിച്ച് ടെക്നിക്കൽ
ഇപ്പൊ സാറേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ സൗണ്ട് വന്നിട്ടുണ്ടാവണമല്ലോ? ഉണ്ടോ? ഇല്ല. സൗണ്ട് ഇല്ല, പക്ഷെ പിക്ചർ വന്നു. ആ പിക്ചർ ഫുൾ സ്ക്രീൻ വന്നു. ആണല്ലേ അല്ലേ? ഓക്കെ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നുണ്ട് സാർ, ഇവിടെ നെറ്റിനൊരു ചെറിയ സാറേ കണ്ടിന്യൂ ചെയ്യുന്നു. വീഡിയോ ഇടണ്ട, ഡിലേ വരുന്നുണ്ട് ഒത്തിരി. ഓക്കെ, നോ പ്രോബ്ലം. ഇതിന്റെ ആദ്യത്തെ അതിൽ മാത്രമേ സാർ, നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വൺസ് അഗൈൻ. ഞാൻ ഓക്കെ. സോ നമ്മുടെ ആദ്യത്തെ അതിനകത്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ആസ് ആൻ ഇൻട്രഡക്ഷൻ. അപ്പൊ നമുക്ക് ഈ ഇൻട്രഡക്ഷൻ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സബ്ജക്റ്റിന്റെ ഇൻട്രഡക്ഷൻ ആക്ച്വലി നമ്മൾ ഒരു സക്സസിനെ കുറിച്ചാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്, അല്ലെ? അപ്പൊ സക്സസ് ഈസ് ഐദർ ടു അച്ചീവ് ദാൻ ഈസിയർ ടു അച്ചീവ് ദാൻ യു തിങ്ക്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഈ വിജയം എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. വിജയിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഈസിയാണ്. നമ്മൾ പല കാര്യങ്ങളും അതിന്റെ പ്രൊസീജിയറിൽ കൂടെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നിയമാവലിയിൽ കൂടെ ഒക്കെ നമ്മൾ കാര്യങ്ങൾ നീക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം എന്ന് പറയുന്നത് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്ത് തന്നെയാണ്. പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളിലും ആവില്ല. അപ്പൊ അതിന് വേണ്ടത് എന്തൊക്കെ ആണെന്നാണ് നമ്മൾ ഇനിയിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. സോ വി നീഡ് ടു നോ ദ സ്റ്റെപ്സ് ടു ടേക്ക്. നമ്മൾ അതിനേക്ക് വേണ്ട എന്തെല്ലാം നടപടികൾ സക്സസിലേക്ക് പോകാനായിട്ട് വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റെപ്സിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ആ സ്റ്റെപ്സുകൾ ചെയ്യുകയും ചെയ്യണം, ഫോളോ ചെയ്യുകയും ചെയ്യണം. അടുത്തതാണ്, പീപ്പിൾ ഹൂ ആർ സ്റ്റക്ക് ഇൻ എ ചാനൽ ഇൻ ദർ ലൈഫ് ബിലീവ് ദാറ്റ് സക്സസ് ഈസ് ഔട്ട് ഓഫ് ദെയർ ഗ്രാസ്പ്. ചിലപ്പോൾ നമ്മുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ ഒരു പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ ചിലപ്പം ക്രിട്ടിക്കൽ ഇൻസിഡൻസ് ഒക്കെ വരാം, പലതരത്തിലുള്ള ഡിലമ്മകൾ വരാം, പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചാനലിലോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലോ കിടക്കുമ്പോൾ നമ്മൾ മനുഷ്യരെന്നതിൽ പലപ്പോഴും വിചാരിക്കും ഇതിൽ നിന്നും ഒരു മോചനം കിട്ടത്തില്ലേ എന്ന് ചിന്തിക്കും ഒരു പക്ഷേ. അപ്പോൾ അത്രത്തോളം നമ്മുടെ ഒരു മാനസിക സ്ഥിതിയാണ്, ഒരു മെന്റൽ സ്റ്റേറ്റിൽ കൂടെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ മിക്കവാറും കിട്ടുകയും ചെയ്തു. അത് ഉപേക്ഷിച്ചു പോയ ആൾക്ക് അത് കിട്ടുകയും പറ്റില്ല. അപ്പോൾ അതാണ് നമ്മൾ പലപ്പോഴും കയ്യെത്തി പിടിക്കാവുന്ന ഡിസ്റ്റൻസിൽ വരെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും. അവസാനം ഇത് വളരെ ദൂരെയാണെന്ന് വിചാരിച്ച് നമ്മൾ കൈവിട്ടു പോവുകയും. പക്ഷേ ഒരു സ്റ്റെപ്പ് കൂടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതാണ് ഈ സ്റ്റെപ്പുകളുള്ള ഒരു ഗുണം. ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രയോജനം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ആക്ച്വലി it is relatively simple to get success is relatively simple. It is just knowing what to do and then executing. അതാണ്. അപ്പൊ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അപ്പൊ അതിനൊരു നടപടികളിൽ കൂടെ ഒരു എക്സിക്യൂഷൻ പാർട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മൾ വിജയിക്കുന്നവരെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പ്രോപ്പർ പ്ലാനിങ് വേണം. അപ്പൊ ആ സ്റ്റെപ്പുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്നാണ് പലരും, ഇത് പല രീതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വിഷയം കൂടെയാണ്, എങ്ങനെ വിജയം കണ്ടെത്തുക. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ക്വിറ്റ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ടോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ വിജയം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഗോൾ സെറ്റിംഗ് എന്നുള്ള രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പം പറ്റാതെയും വരാറുണ്ട്. എനിവേ, അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളൊന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ സുഖം മാത്രം പ്രതീക്ഷിച്ച പോലെ. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത സ്ലൈഡിന്റെ പ്രാധാന്യം വരുന്നത്. നമ്മൾ എങ്ങനെയൊക്കെ ഈ വഴിയിൽ കൂടെയൊക്കെ പോകാം എന്നുള്ളതിനെ കുറിച്ചുള്ള 10 ആവശ്യങ്ങളുണ്ട്, ഇതിലുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ ഈ ഡ്രൈവേഴ്സ് സീറ്റിൽ ഇരുന്ന് നമുക്ക് അങ്ങനെ ഓണർഷിപ്പോട് കൂടി വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് മാതിരി തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡ്രൈവേഴ്സ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം
അതിജീവിച്ച് ഈ ഡ്രൈവിംഗ് എന്ന് പറയാൻ തന്നെ ഇതാണല്ലോ, ഇറ്റ് ഇസ് മൊമെന്ററി ആക്ഷൻസ്. ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഉള്ള ഒരു ഗുണവും അതാണ്. എപ്പോഴും എന്താണ് വാച്ച്ഫുൾ ആയിരിക്കും, നമ്മൾ തന്നെ അലേർട്ടായിരിക്കും. അപ്പോൾ എന്ത് സംഭവിച്ചാലും നമ്മളതിന് ആ വരുന്ന ആക്ഷൻ നമ്മൾ എടുത്തിരിക്കുക. അത് നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയാണ്, സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാലും ഡ്രൈവിംഗ് നടക്കും. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഓൾറെഡി ഫിറ്റഡ് ഇൻടു ഒരു ഓട്ടോ പൈലറ്റ് മോഡ് എന്നൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ക്ലാസ്സുകളിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയത് കാരണം നമുക്ക് ഡ്രൈവിംഗ് ഈസിയാണ്. പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാണ്. അപ്പോൾ ഓണർഷിപ്പിന് വേണ്ടിയിട്ട് വി ഹാവ് ടു ബി ഇൻ ദി ഡ്രൈവർ സീറ്റ്, ദെൻ യു ഹാവ് ടു ഹാവ് ദാറ്റ് ഫുൾ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വഴികളിൽ കൂടെയുള്ള യാത്രയാണ് ഇതിനെല്ലാം അതിജീവിച്ച് നമ്മൾ ഓണർഷിപ്പോടുകൂടി ഡ്രൈവ് ചെയ്യുന്ന മാതിരി തന്നെയാണ് ജീവിതത്തിൽ നമ്മളെ ഒരു ഇതിനുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 ഈസ് വി ഹാവ് ടു ടേക്ക് അവർ ഓൺ ഓണർഷിപ്പ് ഇൻ അവർ ലൈഫ് ഈവൻ വെൻ മോട്ടിവേഷൻ ഫെയ്ഡ്സ്. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ മൂഡ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെ അവസ്ഥയൊക്കെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ മൂഡ് മോശമായിരിക്കുന്ന അവസ്ഥയിൽ പോലും നമ്മൾ അതിനെ അതിജീവിച്ചൊന്ന് ഷോപ്പ് ചെയ്യണം. എനിക്ക് ഇതാണ് ഇന്നത്തെ കാര്യം ചെയ്യാനുള്ള കാര്യമാണ്. സോ വി ഹാവ് ടു അങ്ങനെയുള്ള മോട്ടിവേഷനൊക്കെ ഫെയ്ഡ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഇച്ചിരി ഒന്ന് അലേർട്ടായിരിക്കണം. വി ഹാവ് ടു ഷോ അപ്പ് എവറി ഡേ. എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല. അതുകൊണ്ട് നമ്മളുടെ ആ പ്രസൻസ് ഓഫ് ലൈഫിൽ ഇത് വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. സക്സസ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സക്സസ് ഈസ് ഫൗണ്ട് ഇൻ ഘട്ടങ്ങളിലൊക്കെ വരുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്ത് തന്നെ ഒക്കെ ആണെങ്കിലും നമ്മൾക്കും അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ അത് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. ശരിക്കും അപ്ഡേറ്റഡ് ആയെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. അതുകൊണ്ടാണ് പഠനത്തിനുള്ള ഒരു വലിയ ഇമ്പോർട്ടൻസ് ലേണിംഗ് ആണ് സ്റ്റെപ്പ് നമ്പർ 3. അപ്പോൾ എന്താണ്, നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് കമ്മിറ്റ് ടു സെൽഫ് ഇംപ്രൂവ്മെന്റ് വിത്ത് ബുക്സ്, കോഴ്സസ് എക്സ്ട്രാ. ഞാൻ പറഞ്ഞത് പല ഓൺലൈൻ കോഴ്സുകളുണ്ട്. ഇതുപോലത്തെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ എന്തെല്ലാം തരത്തിലുള്ള കോഴ്സുകൾ. ഇപ്പം ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന കുറേ ഷോർട്ട് ടൈം കോഴ്സസ് ഉണ്ട്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ. പല കാര്യങ്ങളുള്ള കോഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഈ ഓൺലൈൻ കോഴ്സസ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ദാറ്റ് ഈസ് അപ് ടു അസ്. നമ്മളത് എവിടെ വരെ പോകണം, എന്തുവരെ പഠിക്കണം. ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ഈ അപ്ഗ്രഡേഷൻ ചെയ്യുന്നവരുണ്ട്, സർട്ടിഫിക്കേഷൻസ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊഫഷണലി ആയിരിക്കും ഒരു പക്ഷേ. ഇപ്പോൾ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചിലർക്ക് അതൊരു വലിയൊരു പാഷനാണ്. ഒരുപാട് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം അതിൻ്റേതായിട്ടുള്ള ഫ്രം ദ ബ്രില്യൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ള ആൾക്കാർ ചെയ്ത ഈ ബ്രില്യൻസ് ഉണ്ടല്ലോ, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ, നമുക്കും അത് ബോറോ ചെയ്യാം. പല കാര്യങ്ങളും നമുക്ക് അത് ഈ NLPയിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. നമ്മൾ ഒരാളുടെ എന്താണ് മറ്റുള്ളവരെ മോഡലിങ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കും അത് കടം ചെയ്യാം. പക്ഷെ അതിനകത്തുള്ളൊരു പ്രശ്നം, അവോയ്ഡ് ദ ഡേഞ്ചേഴ്സ് ദാറ്റ് അതേഴ്സ് ഫെൽ ഫോർ ബൈ ലേണിംഗ് ഫ്രം ദം. ചിലർ ഈ പറഞ്ഞ മാതിരി പല കാര്യങ്ങളും ചെയ്തതിൽ നിന്ന് ആ ചെയ്ത കാര്യങ്ങളിൽ കൂടിയൊക്കെ അവർ ആ പോയ പ്രോസസ്സിൽ കൂടെയുണ്ട് പല ഡേഞ്ചറുകളും പറ്റിയിട്ടുണ്ടാവും, ഫെയിലിയേഴ്സ് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ ബ്രില്യൻസ് നമ്മൾ ബോറോ ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് തന്നെ അവർക്കുണ്ടായ ഡേഞ്ചേഴ്സ് എന്താണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് പഠനം നല്ലതാണ്. അപ്പം നമ്മളും ആ സെയിം മിസ്റ്റേക്സുകൾ ഒരു പക്ഷേ ചെയ്യുന്നുണ്ടായിരിക്കില്ല. നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെയിലിയേഴ്സ്, സക്സസ്സിന് പകരം ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള സമയം കൂടിയായിട്ട് ബൈ ദ ടൈം ടു റീച്ച് ദി സക്സസ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു 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 തക്കീതാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവർ ചെയ്ത പോയ വഴികളും അവർ സ്വായത്തമാക്കിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ ചെയ്തതെന്നൊക്കെ ഉള്ളതിനെ അറിയുന്നതിനെക്കുറിച്ച് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതിനോടൊപ്പമുള്ള ഡേഞ്ചർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള റിസ്കുകളെ കുറിച്ചൊക്കെ അറിയുന്നതും വളരെ നല്ലതായിരിക്കും. എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താണ് ഒരു കോൺഫിഡൻസ് കൂടി ആ കാര്യമോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമോ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. സോ വി ഹാവ് ടു ബി കോഷ്യസ് ഓൺ ഡൂയിങ് തിങ്സ്. അടുത്തതാണ് മൊമെൻറ്റം.
മൊമെന്റത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറയാൻ വന്നത്. പക്ഷെ നമ്പർ 5 മൊമെന്റം എന്ന് പറയാറ്, മൊമെന്റം ആണ് ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ച കാര്യം. മൊമെന്റം ഈസ് ടോക്കിംഗ് അബൌട്ട് ദ സ്പീഡ്. ഫോക്കസ് ഓൺ സ്പീഡ്, ഫോളോ ത്രൂ ഓൺ ഐഡിയാസ് ക്വിക്ക്ലി. അപ്പോൾ നമുക്ക് ഈ സ്പീഡിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും സ്പീഡുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോയില്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പുറന്തള്ളപ്പെടുകയും ചെയ്യും. കാര്യം നമ്മൾ ചെയ്യാനിരുന്ന കാര്യം വേറൊരാൾ അപ്പോഴത്തേക്ക് ചെയ്തിരിക്കും, നമ്മുടെ ഐഡിയ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നോക്കിയിട്ട് യു ഹാവ് ടു ഡു ഇറ്റ് ക്വിക്ക്ലി. അതർവൈസ് someone else is going to do the same thing, then there will be a competition or whatever it may be. അതിനകത്തോട്ടായിരിക്കും. അപ്പം സ്പീഡ് ഈസ് എവറിഥിങ് ആൻഡ് ദ കീ ടു സക്സസ് ഇൻ യുവർ കരിയർ. പ്രത്യേകിച്ച് ജോലി കാര്യങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ പറയുന്ന അപ്ഡേഷനും കാര്യങ്ങളും ഇല്ല. നമ്മൾ ആ കാലഘട്ടങ്ങളിൽ പോകുന്ന അനുസരിച്ച് തന്നെ നമ്മളും ഈ സ്പീഡിൽ പോകണം. സോ ദ സ്പീഡ് ഈസ് എവറിഥിങ് ആൻഡ് ദ കീ ടു സക്സസ് ഇൻ യുവർ കരിയർ. പ്രത്യേകിച്ചും ജോലി കാര്യങ്ങൾ, ഈ കരിയറിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള സ്പീഡിൽ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ കാര്യം ഒരിക്കൽ പിന്നെ ചെയ്യാൻ പോലും പറ്റണ്ടാവും. നമ്മൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതാണല്ലോ, നമ്മൾ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു പക്ഷേ അത് ഒരിക്കലും പിന്നെ ചെയ്യാൻ പോലും പറ്റില്ല. സോ ഡു ഇറ്റ് ക്വിക്ക്ലി, ഫോക്കസ് ഓൺ യുവർ സ്പീഡ്, ബട്ട് അഗെയിൻ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പോൾ ഈ ഓടുന്ന ആളിനെ പോലെ എല്ലാം പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതിന് ശേഷം ആണ് ഓടേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ എ റേസ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഈ പറയുന്ന ആ ഓടുന്ന ആളുടെ മുന്നിൽ എല്ലാ പ്രിപ്പറേഷൻസും ഉണ്ട്. ഹി നോസ് എവറിഥിങ്. പുള്ളിയെ നോക്കിയാൽ അറിയാം, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. ഹി ഹാസ് ടു റീച്ച് ഹിസ് ഡിസ്റ്റൻസ്, ഹി ഹാസ് ടു കവർ ഹിസ് ഡിസ്റ്റൻസ്. അപ്പോൾ ആ സ്പീഡ് കുറഞ്ഞാൽ അതിന് പിടിക്കാനും പറ്റത്തില്ല. വി ക്യാൻ റീച്ച് ദെയർ, മേബി ദെർ വിൽ ബി എ ഡിലേ, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനകത്തുള്ള കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച് കാണും തീർച്ചയായിട്ടും. സോ തിങ്ക് അബൌട്ട് ഇറ്റ്, വാട്ട് ഈസ് ദ പോയിന്റ് ഇഫ് യു ആർ നോട്ട് ഹാവിങ് എ ഫൺ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്, ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി ചെയ്യുന്നത് രസിച്ച് വേണം ജോലി ചെയ്യാൻ എന്നൊക്കെ പറയാറുണ്ട്. യു ഹാവ് ടു എൻജോയ് ദ ജോബ് വിത്ത് എ ഫൺ. അപ്പം അങ്ങനെ ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇഷ്ടമില്ലാതെ, നമുക്കൊരു ഒരു 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 താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഒരു ഫണ്ണും ഇല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നതിനകത്ത് എന്താ ഒരു പോയിന്റ് ഉള്ളത്? വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റ്, ഞാൻ ഒരിക്കലും ഞങ്ങളുടെ ഓഫീസിലൊരു ക്ലാസ്സുകളൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്യും. അതിൻ്റെ ഗുണം അറിഞ്ഞ് മെഡിറ്റേഷനിൽ കൂടെ ഈ പറയുന്നതിന് മുന്നേ കണ്ണടച്ചിരുന്ന് കുറച്ചു നേരം എന്ത് കാര്യം ചെയ്യുന്നതിനും, ഞാനിപ്പോൾ ഒരാളെ കണ്ടു അങ്ങനെ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേയും കുറച്ചു നേരം കണ്ണടച്ചിരുന്നിട്ട് വളരെ ഫോക്കസ് ആയിട്ടാണ് ചോദ്യം ചോദിച്ചാൽ പോലും പെട്ടെന്ന് ആള് ആൻസർ പറയില്ല. ഈസ് ടേക്കിംഗ് എ ടൈം. അപ്പോൾ കണ്ണടച്ചുകൊണ്ടിരുന്നിട്ട് പറയുന്ന ഉത്തരത്തിന് പോലും ഒരു വ്യക്തതയുണ്ട്, ഒരു ക്ലാരിറ്റിയോട് കൂടിയാണ്. പേപ്പറുകളിലും ന്യൂസ് പേപ്പറുകളിലും മീഡിയകളിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാം, പണം നഷ്ടപ്പെടുന്ന അടക്കം ഇതെല്ലാം ഇൻസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി പുറകെ പോകുന്നതുകൊണ്ടാണ്. കൂടെ കിട്ടുന്ന നല്ല എനർജി ഉണ്ടെങ്കിലേ അതിൽ കൂടെ ആ എനർജി നമുക്ക് യൂട്ടിലൈസ് പോകുന്ന കാര്യത്തിൽ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മളത് മനസ്സിൽ കാണുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായ ഒരു വിജയം ആണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അത് ഓർത്ത് ഇപ്പൊ ഞാൻ സ്റ്റേജിൽ പാട്ട് പാടാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിക്കില്ല, യു കനോട്ട് അച്ചീവ് യുവർ ഗോൾ. സോ വാട്ട് യു ഹാവ് ടു തിങ്ക്. താങ്ക് യു സബു സാർ, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് നമ്മുടെ 12 മാസങ്ങൾ പോലെ അല്ലേ നമ്മുടെ ഒരു ലൈഫിനെ ഒന്ന് റീബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 12 സ്റ്റെപ്പുകൾ സാർ പറഞ്ഞു. സക്സസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഓണർഷിപ്പ് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് അവസാനം അത് കൺസിസ്റ്റൻസിലി അല്ലെങ്കിൽ അത് കൺസിസ്റ്റൻസിയിൽ എത്തി നിൽക്കുന്ന രീതിയിൽ അനേകം സ്റ്റെപ്പുകൾ. അപ്പോൾ ഈ സ്റ്റെപ്പുകളിലെല്ലാം ഇവിടെ എല്ലായിടത്തും ഒരു ഫീഡ്ബാക്കിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ഏത് സ്റ്റെപ്പ് എടുത്താലും, ഇപ്പോൾ ഒരു മോട്ടിവേഷൻ്റെ സ്റ്റെപ്പ് എടുത്താലും അല്ലെങ്കിൽ ഒരു സെൽഫ് ഇൻഫർമേഷൻ്റെ പാർട്ട് എടുത്താലും സക്സസിൻ്റെ പാർട്ട് എടുത്താലും എവിടെയാണെങ്കിലും തീർച്ചയായിട്ടും ഒരു റീഡിസൈൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സക്സസ് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിന് ഈ പറയുന്നത്ര ഒരു മാധുര്യമില്ലാത്തത് അല്ലേ. ഈ മാധുര്യത്തിലേക്ക് നമ്മൾ എത്തുക പണം കൊണ്ട് മാത്രമല്ല. നമ്മുടെ 10ാമത്തെ സ്റ്റെപ്പ് ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രമുഖനായ ഒരു നടനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്.
ആ ഹെൽത്തിലുണ്ടാകുന്ന ആ ഉലച്ചിൽ എത്രമാത്രം ഉണ്ടെന്ന്. അപ്പം ഇവിടെ എല്ലാം ഏതൊരു പോയിന്റ് എടുത്താലും ഇവിടെ എല്ലാം നമ്മൾ റീകൺസിഡർ ചെയ്യണം, നമ്മളെ തന്നെ ഫീഡ്ബാക്ക് ചെയ്യണം, കറക്ഷൻസ് വേണം. അപ്പോൾ ഈ കറക്ഷൻസ് എല്ലാം എന്താ പറയുന്നത്, ഒരു പരിധിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ബൗണ്ടറി ഫിക്സ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ യാത്ര സുഗമമാവും, അല്ലേ? ഏത് വഴിയിൽ കൂടെ യാത്ര ചെയ്താലും നമുക്ക് ഈ പറയുന്ന നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റുന്ന രീതിയിൽ മനോഹരമായ ഒരു വിൽ പവറോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട്, അവിടെ ഒരു കോമ്പീറ്റൻസിൻ്റെ ആവശ്യമുണ്ട്, നല്ലൊരു സ്പീഡ്, ഒരു മൊമെൻറ്റം വേണം. ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആയിപ്പോവും, ഇടയ്ക്ക് വീണ്ടും അപ്പാകും, അങ്ങനെയല്ല. ഇതൊരു കൺസിസ്റ്റൻസി, എപ്പോഴും ഒരു ഫ്ലോ വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ലേണിംഗ് പാർട്ടിനെ കുറിച്ച് സാർ പറഞ്ഞു, എപ്പോഴും ഒരു പറയാൻ മടിക്കും. പക്ഷെ സാറ് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ വിശാലത മനസ്സിലായി. അവിടെ സെൽഫിഷ്നെസ് അല്ല, കാര്യം നേടിയെടുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ളവരോടത്ത് പറയാം. അവര് നേരത്തെ അറിഞ്ഞത് കൊണ്ട് അതുകൊണ്ട് യാതൊരു പ്രയോജനവും അവർക്ക് ഇല്ല, നമുക്ക് അത് ചിലപ്പോ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ആ സ്റ്റെപ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാർ. അതുപോലെ തന്നെ എല്ലാ സ്റ്റെപ്സും ഒരു സക്സസിന് ആവശ്യമായിട്ടുള്ളത് സാറിന്റെ സക്സസിലൂടെയുള്ള, സാറിന്റെ സക്സസ് ആയിരിക്കണം സാർ സ്റ്റെപ്പുകളിലൂടെ എടുത്ത് നമുക്കൂടെ ഷെയർ ചെയ്തതെന്ന് തോന്നുന്നു. വെരി താങ്ക്ഫുൾ സർ. 2 കൊല്ലം കൊണ്ടായാലും ഇത് നേടിയെടുത്താൽ വിജയിച്ചു എന്നുള്ളതാണ് സത്യം. നാളെ തന്നെ വേടണം എന്നില്ല, ഷോർട്ട് കട്ട് ഇല്ലെന്നും പറഞ്ഞാൽ ചെയ്തനുസരിച്ചുള്ള ആ ഒരു അതിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെ അത്. പിന്നെ പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻ ഒക്കെ സ്കൂളിൽ പോകാനുള്ള മറ്റുള്ളവരുടെ ഒരു ഇന്റർവെൻഷൻ ഒക്കെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മളെയൊക്കെ അതിൽ നിന്ന് പിൻപാട് കാലം സസ്റ്റെയിൻ ചെയ്തു വെച്ചുകൊണ്ടിരുന്നാൽ ഈ സംശയങ്ങൾ കൂടുകയുള്ളല്ലോ. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ ഒരു നമുക്ക് തന്നെ തോന്നുകയാണ് ഇങ്ങനെ ഒരു സിൻഡ്രോം ഉണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇതിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ എൻ്റെ ഉത്തരം ഷില മാഡം? ഓക്കെ സർ, ഓക്കെ മനസ്സിലായി. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ മനോജ് സാർ, താങ്ക് യു വൺസ് അഗെയിൻ. സാറ് 12 സ്റ്റെപ്പാണെന്നെങ്കിൽ ഞാനത് കറക്കി കൂട്ടി വന്നപ്പോൾ 10 സ്റ്റെപ്പായി പോയതാ. ഞാൻ ഇപ്പോഴും സാറിന്റെ പോസ്റ്റർ എടുത്ത് നോക്കുമായിരുന്നു, 10 ആയിരുന്നോ 12 ആണോ? ഞാൻ 12 ആണല്ലോ ഇട്ടത് സാർ. അല്ല സാറേ, 2 സ്റ്റെപ്പ് ഫ്രീയാ സാറേ. അത് തന്നെ ബോണസ് ആണ് ചിലപ്പോ, അതൊക്കെ നാച്ചുറൽ. സാറ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതില്ലെങ്കിൽ ഒന്നും സ്വീകരിക്കത്തില്ല എന്ന് സാറിന് മനസ്സിലായി. അതെ അല്ലേ? ഈ ഞാൻ അടുത്തിടെ ഒരു സെഷനിൽ നടന്നപ്പോഴേ അതിനകത്ത് ഞാൻ ഉള്ള ആ സെഷന്റെ ഒരു ടൈറ്റിൽ തന്നെ ഞാൻ ജസ്റ്റ് ഇപ്പൊ നമ്മളതുകൊണ്ട് പറയാണ്. അത് അതിനകത്ത് ഒരാൾ സംസാരിച്ചത് ഇതായിരുന്നു, ലെറ്റ് ദാറ്റ് വൺ പ്രോബ്ലം റിമൈൻ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ ആ ഒരു കാര്യമുണ്ട്, കാര്യം 100% ഒരു കാര്യവും നമുക്ക് ദൂരീകരിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ലെറ്റ് ദാറ്റ് വൺ പ്രോബ്ലം റിമൈൻ വിത്ത് യു, ഇറ്റ് വിൽ ടീച്ച് യു മെനി തിങ്സ്. സാബു സാറേ, ഇതൊരാൾ ഇതിനെക്കുറിച്ച് 1 മണിക്കൂർ അതിവിദഗ്ധമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ലെറ്റ് ദാറ്റ് വൺ പ്രോബ്ലം റിമൈൻ, അവിടെ ഇരുന്നോട്ടെന്നത്. അതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനും പറ്റും. അതിനേക്കാളും വലിയ എന്തെല്ലാം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഹൗ ഐ ക്യാൻ വർക്ക് ഔട്ട് ഓൺ ദോസ്. അപ്പൊ ഇത് ചെറുതായി ഇനി, അപ്പം ഈ പ്രശ്നം സോൾവ് ചെയ്യും. ഇതിനേക്കാൾ ഇനി മറ്റെന്തെല്ലാം തരത്തിലുള്ള, അല്ലേ സാബു സാർ? അങ്ങനെയല്ലേ എൻ്റെ ഒരു അഹങ്കാരം വരത്തില്ലെന്ന് പറയും. സാധനം ഒരു പ്രശ്നം കയ്യിലുള്ള പിന്നെ ഇങ്ങനെ അഹങ്കാരം ഉണ്ടാകുന്നത്. അതെ, വേറൊരു അഹങ്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കും, ചെറിയൊരു വേദന, അല്ലേ? നമ്മളിങ്ങനെ പറയും സാറേ, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു സക്സസ് നമുക്ക് ആവശ്യമാണ്. പണ്ട് കാലത്ത് അതുണ്ടായിരുന്നു, കുറച്ച് കാലമായിട്ട് അത് നഷ്ടപ്പെട്ടു പോയി. നമ്മൾക്കുള്ളത് കിട്ടുന്ന എല്ലാം സക്സസ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു രീതിയിൽ ഒരു കോമ്പറ്റീറ്റീവ് നേച്ചറിലാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ എത്താൻ പറ്റാത്തതിനൊക്കെ നമ്മുടെ ഈ പറയുന്ന ആഗ്രഹമായിട്ട് വെക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷനൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ലോസ് പറയുമ്പോൾ, ഇതെല്ലാം നമ്മളിലേക്ക് എത്തും. ആഗ്രഹിച്ചാൽ മതി, നമുക്കെത്തും. അപ്പോൾ കിട്ടുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും.
ഇല്ലെങ്കിൽ ഉള്ള റിസോഴ്സിനെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി, അതായത് നമ്മളൊരു ഹോളിസ്റ്റിക് സക്സസ് എന്ന് പറയുന്നത്. സമഗ്രതയാണത്. എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്, ഒന്നും നമുക്ക് ആവശ്യമില്ലാത്തതല്ല. ചിലതൊക്കെ നമുക്ക് ആവശ്യമില്ലെന്നും ചിലതൊക്കെ ആവശ്യമാണെന്നും നമ്മൾ ശഠിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ ശഠിക്കുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ വരുമ്പോൾ ഈ പറയുന്ന സിസ്റ്റത്തിനൊക്കെ മാറ്റം വരും. അതിഭയങ്കരമായ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ ഇപ്പോൾ നമ്മളിങ്ങനെ പറയും, ഞങ്ങളിങ്ങനെ സാധാരണ നമ്മൾ റിലീജിയസ് ടോക്കിലൊക്കെ പറയും, നമ്മൾ കോമ്പറ്റീഷൻ പഠിപ്പിക്കുകയാണ്. കോമ്പറ്റീഷൻ പഠിപ്പിച്ച് നമ്മൾ ആദ്യം കുട്ടികൾ നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത് നമ്മളോട് തന്നെയായിരിക്കും, മാതാപിതാക്കളോടായിരിക്കും. അത് കഴിഞ്ഞ് അവർ ലോകത്തോട് കോമ്പറ്റ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അവരോട് തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നരകത്തോട് കോമ്പറ്റ് ചെയ്യുമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. കാരണം ഫാസ്റ്റായിട്ട് പോകുമ്പോൾ അത് ചെയ്തേ പറ്റൂ. കാരണം കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാരാണെന്നൊന്നും അറിയില്ല. ഇപ്പം നമ്മൾ ഗെയിംസ് കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഗെയിംസ് കളിക്കുന്ന ഗെയിംസിൽ അപ്പോൾ നമ്മളങ്ങനെ പറയും, നമ്മളെ കുട്ടികളോട് പറയും, ഒരാൾ പാർട്ട് എ എന്ന് പറയുന്ന അച്ഛനും ബി എന്ന് പറയുന്ന പ്ലെയർ അമ്മയും സഹോദരനും സഹോദരിയായിട്ട് കളിക്കാൻ പറയും. അപ്പോൾ അവർക്ക് ഈ തോക്കുകൊണ്ട് വെടിവെക്കാൻ പറ്റത്തില്ല. കാരണം അച്ഛനെയും അമ്മയൊക്കെ എങ്ങനെ വെടിവെക്കും? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരെ വെടിവെച്ചിടും. അതാണ് നമ്മൾ കോമ്പറ്റീഷനിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുക. എന്തും സക്സസ് ആണെന്ന് പണ്ടത്തെ കാലം അങ്ങനെയായിരുന്നു, അല്ലേ? പണ്ടത്തെ ഒരു കാലം അങ്ങനെയായിരുന്നു, എല്ലാം സക്സസ് ആയിരുന്നു. കയ്യിൽ എന്തുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യും, കൊടുക്കും, വാങ്ങും. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ആ കാലമൊക്കെ മാറിപ്പോയി. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒത്തിരി ബാഡ് മാർക്കുകൾ വരുന്നു. ശ്രദ്ധയോടെ വിജയത്തിലേക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇപ്പൊ സാറ് പറഞ്ഞതിനോടൊപ്പം വേറൊരു രസം, നമുക്ക് ഈ ഉള്ളതിനെ നമ്മൾ ആശ്ലേഷിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ പറ്റും, അല്ലേ? നമുക്ക് ഇതെല്ലാം സൗഭാഗ്യങ്ങളിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കുള്ളതെല്ലാം ശരിക്കും പറയാൻ അധികമാണ്, അല്ലേ? ശരിക്കും പറയാൻ. പക്ഷെ അതിനെക്കുറിച്ചൊന്ന് നമ്മൾ അതോർത്ത് സന്തോഷിക്കാറില്ല. ഇല്ലാത്തതിനെ കുറിച്ചാണ് എപ്പോഴും വിലപിക്കുന്നത്. ഇപ്പം എല്ലാ ഈ ഭൗതിക ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം, അല്ലേ സാറേ? നമുക്കിപ്പോൾ പുതിയൊരു കാറ് വാങ്ങിച്ചു, അതൊരു ആഗ്രഹമായിട്ട് വാങ്ങിച്ചു, അതിനൊരു പോറൽ വീണാൽ നമ്മുടെ ആ സന്തോഷം അതോടുകൂടി തീർന്നേ, അല്ലേ സാറേ? അടുത്ത കാറ് വാങ്ങാനുള്ള മോഹമായിട്ടാണ്. 99% നമ്മുടെ കയ്യിലുണ്ടെങ്കിലും 1% ദുഃഖത്തിന് വേണ്ടിയാണ് നമ്മൾ വില കൊടുക്കുന്നത്. യെസ്, അതെ 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 അതെ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു അടി കിട്ടിക്കൊണ്ടിരിക്കണം. ഏതാ എങ്കിലേ നമ്മൾ നന്നാവുന്നതിന്റെ ലക്ഷണം വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇപ്പൊ നമ്മുടെ ജോർജ് സാറൊക്കെ പറയുന്ന പോലുള്ള രീതിയിൽ പറയും, ഓരോ തട്ട് സാറേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എല്ലാം ആവശ്യമാണ്. എങ്കിലേ ഞാൻ നന്നാവില്ല അമ്മാവ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊരു തട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു തട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രി. എന്നെ കേട്ടിരുന്നതിന് പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി സ്നേഹമൊക്കെ പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഓക്കെ, ലതാമോൾ മാം കുറെ നാളായല്ലോ കണ്ടിട്ട്. ലതാമോൾ മാം കേൾക്കാവോ? ഞാൻ ലതാമോൾ മാഡം വരാറുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നേരത്തേക്ക് വരുമായിരുന്നു, ഇപ്പൊ തിരക്കായിരിക്കും. ഓക്കെ, അപ്പൊ സി യു ആൻഡ് ഗുഡ് നൈറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ഊട്ടി യാത്രയൊക്കെ? നല്ലായിരുന്നു സാറേ, നല്ലൊരു